അപ്പോഴേ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എനിക്ക് നല്ല മുട്ടൻ പണിയാണ് കിട്ടിയത് കേട്ടോ. ഇന്നലെ രാത്രി മുതൽ എനിക്ക് ബ്രീത്ത് എടുക്കാനൊരു ബുദ്ധിമുട്ട്, ഓവറായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ശ്വാസം മുട്ടലെടുത്തിട്ട് എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥ. രാത്രി ഒരു 2:30 ആയപ്പോൾ, പുലർച്ചെ 2:30 ആയപ്പോൾ തുടങ്ങിയാൽ പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ശ്വാസം എടുക്കാൻ പറ്റണ്ടേ, ഭയങ്കര സ്ട്രെസ് എടുത്തിട്ട് ആ ശ്വാസം എടുക്കുന്ന കഴുത്തും നമ്മുടെ നെഞ്ചും കൂട് വരെ പൊട്ടിപ്പൊളിഞ്ഞു പോകും. സത്യം പറഞ്ഞാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അങ്ങനെ വിയർത്തൊഴുകുകയായിരുന്നു കേട്ടോ ഞാൻ. കാരണം അറിയാതെ വിയർത്തൊഴുകുക, ശ്വാസം എടുക്കാനും പറ്റണില്ല. അങ്ങനെ നേരം വെളുക്കുന്നത് വരെ കാത്തിരുന്നിട്ട് രാവിലെ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെയൊക്കെ ഒരുക്കി. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതൊക്കെ വേഗം ചെയ്തതിന് ശേഷം നേരെ വെച്ച് പിടിച്ചു, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ BP ഹൈ ആണ്. പോരാത്തതിന് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇൻഫെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ആ ഇൻഫെക്ഷൻ കുറഞ്ഞില്ല. അന്ന് ഞാൻ ന്യൂമോണിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഇൻഫെക്ഷൻ കുറഞ്ഞിട്ടില്ല. അതിൻ്റെയാണ് ഈ റെക്കറൻ്റായിട്ട് ഈ ഒരു ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ വരുന്നത്. കഫം പുറത്തേക്ക് വരാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു ഡോക്ടർ. എന്നിട്ട് പിന്നെ ഒന്നും കൂടെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അപ്പോഴും കൗണ്ട് കൂടുതലാണ്. എന്നിട്ട് പിന്നെ ഡോക്ടർ ആവി പിടിച്ചു. ഓക്സിജൻ ലെവലും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം അങ്ങനെ വിയർത്തൊഴുകിയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൊണ്ടുവന്ന ഫീലായിരുന്നു എൻ്റെ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ നെബുലൈസേഷൻ വിത്ത് O2 ഒക്കെ ഇട്ടു. ഓക്സിജൻ ലെവലൊക്കെ ഒന്ന് കറക്റ്റാക്കി. BP തിരിച്ച് വരുമ്പോഴത്തേക്കും BP ഒന്ന് കറക്റ്റായി. പക്ഷേ ഇനി 2-3 ദിവസം നമ്മൾ ആവി പിടിക്കണം, നമ്മുടെ ഇഞ്ചക്ഷനും എടുക്കണം, മരുന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കോളചളമായി. അല്ലെങ്കിലും മാഷില്ലാത്തതുകൊണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ഇല്ല, എന്നാലും കുറച്ച് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, അതും കൂടെ പോയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.